ഹായ് ഫ്രണ്ട്സ്, വെരി ഗുഡ് മോർണിംഗ്. എല്ലാവരും എഴുന്നേറ്റ് ഒരു കാപ്പിയൊക്കെ കുടിച്ചിട്ട് PSC ബുള്ളറ്റിൻ പഠിക്കാൻ തയ്യാറായിരിക്കുകയാണ് അല്ലേ? അപ്പോൾ നമ്മൾക്ക് എന്ത് ചെയ്യാം? ഇന്ന് കഴിഞ്ഞ ഫെബ്രുവരി 15-ാം തീയതി വന്ന PSC ബുള്ളറ്റിനിലെ ഹരിതം ക്യൂസ് എന്ന സെക്ഷനാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ ഞാൻ ചോദ്യങ്ങൾ ഇങ്ങനെ വായിക്കാം. നമ്മൾ ഓരോ ചോദ്യങ്ങളും ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നമുക്ക് ഡിസ്കസ് ചെയ്ത് പോവാം. നിങ്ങൾക്ക് അറിയുന്ന ഉത്തരങ്ങളെല്ലാം തന്നെ എന്നോടൊപ്പം തന്നെ കമന്റ് ചെയ്ത് പോകാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലോട്ട് കടക്കാം. അതിനു മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യത്തെ ചോദ്യം വായിച്ചാലോ? ജനുവരി 28 മുതൽ ഫെബ്രുവരി 3 വരെ തൃശ്ശൂരിൽ കേരള സാഹിത്യ അക്കാദമി സംഘടിപ്പിച്ച ILFK 23-24 ലോഗോയിലെ പക്ഷി ഏത്? അതിലെ ലോഗോയിലെ പക്ഷി ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നിങ്ങൾ ഉത്തരം ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ. അപ്പൊ ഏതാണ് പക്ഷി? മലമുഴക്കി വേഴാമ്പലാണ്. മലമുഴക്കി വേഴാമ്പൽ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മറ്റെന്തൊക്കെ ഫാക്ടുകളാണ് നിങ്ങളുടെ മനസ്സിലോട്ട് ഓർമ്മ വരുന്നത്? മലമുഴക്കി വേഴാമ്പൽ എന്ന് പറയുമ്പോൾ നമ്മുടെ കേരളത്തിന്റെ സംസ്ഥാന പക്ഷിയായി അംഗീകരിച്ചിരിക്കുന്നതാണ് എന്ത്? മലമുഴക്കി വേഴാമ്പൽ എന്ന് പറയുന്നത്. അരുണാചൽ പ്രദേശിന്റെയും പക്ഷി ഏത് തന്നെയാണ്? വേഴാമ്പൽ തന്നെയാണല്ലേ? അതേപോലെ ചാതകം എന്ന പര്യായ പദം വരുന്നതും ഏതിനാണ്? വേഴാമ്പലിനാണ്. നമ്മുടെ നാഗാലാൻഡ് എന്ന് പറയുന്നത് എന്താണ്? വേഴാമ്പൽ സംസ്ഥാനം എന്നറിയപ്പെടുന്ന ഏതാണ്? നാഗാലാൻഡ് ആണ്. അപ്പോൾ ഈ മലമുഴക്കി വേഴാമ്പലിന്റെ ആ ചിറകടിക്ക് അത്രയും ശബ്ദമുള്ളത് കൊണ്ടാണ് അതിന് ആ പേരിൽ അറിയപ്പെടുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് അറിയാവുന്ന ഉത്തരമാണെന്നുണ്ടെങ്കിൽ അതിനോട് അടുത്ത ചോദ്യത്തിലൂടെ കൂടെ ഞാൻ പോകുന്നുണ്ട്, കമന്റ് ചെയ്യണേ. അപ്പൊ ലോകത്ത് കറുത്ത പുഷ്പങ്ങൾ വിരിയുന്ന രാജ്യം ഏതാണ്? ലോകത്ത് കറുത്ത പുഷ്പങ്ങൾ വിരിയുന്ന രാജ്യം ഏതാണ്? അപ്പൊ ഞാൻ ഒരു ചോദ്യം പറയുമ്പോൾ ഉത്തരം അതിന്റെ റിലേറ്റഡ് ഫാക്ട് കൂടെ ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ എല്ലാവരും. ലോകത്തെ കറുത്ത പുഷ്പങ്ങൾ വിരിയുന്ന രാജ്യം ഏതാണ്? അറിയാവോ? ഓക്കെ, കമന്റ് ചെയ്തോ? ലോകത്ത് കറുത്ത പുഷ്പങ്ങൾ വിരിയുന്ന രാജ്യമാണ് തുർക്കി. ഏതാണ്? തുർക്കിയിലാണ് കറുത്ത പുഷ്പങ്ങൾ വിരിയുന്നത്. ഗോതമ്പിന്റെ ജന്മദേശം എന്നറിയപ്പെടുന്ന സ്ഥലമാണ് എന്ത്? തുർക്കി അല്ലേ? അടുത്ത ചോദ്യം നോക്കാം. 2024 പത്മശ്രീ നേടിയ കേരളീയനായ നെൽ കർഷകൻ ആര്? 2024 പത്മശ്രീ നേടിയ കേരളീയനായ നെൽ കർഷകൻ ആര് എന്നുള്ളതാണ് ചോദ്യം. ആരാണ് കേരളീയനായ നെൽ കർഷകൻ? അറിയാവോ? ഓക്കെ, അപ്പോ കേരളീയനായ നെൽ കർഷകൻ നമ്മൾ ഇന്ത്യയിൽ ടോട്ടലി റിപ്പബ്ലിക് ദിനത്തിൽ പ്രഖ്യാപിച്ചപ്പോൾ 34 ഇന്ത്യക്കാർക്കാണ് എന്ത് ചെയ്തത്? ഇത് പത്മശ്രീ ലഭിച്ചിട്ടുള്ളത്. ആ 34 ഇന്ത്യക്കാരിൽ 6 പേര് മലയാളികളാണ് എന്നുള്ളതാണ്. 6 പേര് ഇതില് ഔട്ട് ഓഫ് 34 നമുക്ക് എത്ര മലയാളികളുണ്ട്? 6 മലയാളികളാണ് ഉള്ളത്. അപ്പോൾ ഈ പറയുന്ന 2024 പത്മശ്രീ നേടിയ കേരളീയനായ നെൽ കർഷകൻ ആരാണ്? കാസർഗോഡുകാരനായിട്ടുള്ള സത്യനാരായണ ബലേരിയാണ്. സത്യനാരായണ ബലേരിയാണ് എന്ത്? 2024 പത്മശ്രീ നേടിയ കേരളീയനായ നെൽ കർഷകൻ. നിങ്ങൾക്ക് അദ്ദേഹത്തെ പരിചയമുണ്ടോ? അതായത് നിങ്ങൾക്ക് അറിയാവുന്ന പേരാണോ ഇത്? നിങ്ങൾ ന്യൂസിലൊക്കെ കണ്ടിട്ടുണ്ടാവൂ അല്ലെ? അടുത്ത മറ്റ് 6 പേർക്കാണ് നേടിയതെന്ന് പറഞ്ഞു അല്ലെ? മറ്റുള്ള 5 പേർ ആരൊക്കെയായിരുന്നു എന്നറിയാവോ? പി ചിത്രൻ നമ്പൂതിരി, തിരുവിതാംകൂർ രാജകുടുംബാംഗമായിരുന്ന അശ്വതി തിരുനാൾ, ഗൗരി ലക്ഷ്മി ബി, അതേപോലെ ആത്മീയ ഗുരു മുനി നാരായണ പ്രസാദ്, കഥകളി ഗുരു സധനം ബാലകൃഷ്ണൻ, തെയ്യം നാടോടി നർത്തകൻ നാരായണൻ, EP മുതലായവരാണ്. ഓക്കെ, അപ്പൊ ഈ പേരുകൾ എന്താണെങ്കിലും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. തീർച്ചയായും നമുക്ക് പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള പേരുകളാണ്. അപ്പൊ ആരൊക്കെയായിരുന്നു ഒന്നുകൂടെ പറഞ്ഞു നോക്കുക. പി ചിത്രൻ നമ്പൂതിരിപ്പാട്, ഇദ്ദേഹത്തിന്റെ പേരെന്താണ്? 2024 പത്മശ്രീ ലഭിച്ച കേരളീയനായ നെൽ കർഷകൻ എന്നാണ് ചോദിക്കുന്നതെങ്കിൽ കാസർഗോഡുകാരനായ സത്യനാരായണ ബലേരിയാണ് അല്ലെ? പിന്നെ നമ്മൾ ആരാണ്? തിരുവിതാംകൂർ രാജകുടുംബാംഗം അശ്വതി തിരുനാളുണ്ട്, പി ചിത്രൻ നമ്പൂതിരി ഉണ്ട്, പിന്നെ ആരാണ്? കഥകളി ഗുരു സദനം ബാലകൃഷ്ണൻ ഉണ്ട്, തെയ്യം നാടോടി നർത്തകൻ നാരായണൻ EP ഉണ്ട്. അപ്പൊ ഈ കഥകളിയും തെയ്യവും ഒക്കെ നിങ്ങൾക്ക് എന്താണ് ചോദിക്കാൻ സാധ്യതയുള്ള വ്യക്തിയാണ്. അപ്പൊ തെയ്യം നിന്നും പ്രശസ്തനായ വ്യക്തി ആര്? പത്മശ്രീ നേടിയ തെയ്യം കലാകാരൻ ആര് എന്നൊക്കെ ചോദിച്ചു കഴിയാം അല്ലെ? അതാണ് നാരായണൻ EP എന്നുള്ളത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? അങ്ങനെ ഓരോ ഫാക്റ്റും എടുത്തു വെച്ച് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അടുത്ത ചോദ്യത്തിലോട്ട് പോയാലോ?
നമ്മുടെ നാലാമത്തെ ചോദ്യം കേട്ടോ. നാലാമത്തെ ചോദ്യം, കൗങ്ങിൻ പാളകൾ കൊണ്ട് തെയ്യങ്ങൾ ഉണ്ടാക്കുന്ന തെക്കൻ കേരളത്തിലെ പടയണി ഗ്രാമം. തെക്കൻ കേരളത്തിലെ പടയണി ഗ്രാമം ഏതാണ് എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾക്കറിയാവോ? കമന്റ് ചെയ്തേ. ഓക്കെ, അപ്പൊ കൗങ്ങിൻ പാളകൾ കൊണ്ട് തെയ്യങ്ങൾ ഉണ്ടാക്കുന്ന തെക്കൻ കേരളത്തിലെ പടയണി ഗ്രാമം. പടയണി എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം പടയണി പ്രചാരത്തിലുള്ള ജില്ല ഏതാണ്? പത്തനംതിട്ടയാണ് അല്ലെ? പത്തനംതിട്ട. നമ്മൾ ആറന്മുള വെള്ളംകളിയൊക്കെ നടക്കുന്ന പത്തനംതിട്ടയാണ് അല്ലെ? അപ്പൊ പത്തനംതിട്ടയിലെ ഇലന്തൂർ എന്ന പ്രദേശമാണ് ഇലന്തൂർ. ഓക്കെ, പത്തനംതിട്ടയിലെ ഇളന്തൂർ എന്ന പ്രദേശത്താണ് എന്ത് നടക്കുന്നത്? പത്തനംതിട്ടയിലെ ഇലന്തൂരിലാണ് കൗങ്ങിൻ പാളകൾ കൊണ്ട് തെയ്യങ്ങൾ ഉണ്ടാക്കുന്ന പടയണി ഗ്രാമം എന്നറിയപ്പെടുന്നത് പത്തനംതിട്ടയിലെ ഇലന്തൂരാണ്. അപ്പൊ ഇലന്തൂരിലുള്ളവരുണ്ടോ? നമ്മുടെ ക്ലാസ്സിലുണ്ടോ? ഓക്കെ, അതേപോലെ തന്നെ ഇലന്തൂർ എന്ന് പറയുന്നത് നമ്മൾ മറ്റൊരു കാര്യത്തിന് കൂടെ ഫേമസ് ആണ് അല്ലെ? എന്തായിരുന്നു? മഹാത്മാഗാന്ധി ഖാദി അല്ലെ? മഹാത്മാഗാന്ധി സെന്റർ എന്ന് പറയുന്നത് എവിടെ തന്നെയാണ്? ആശ്രമം എന്ന് പറയുന്നത് ഇലന്തൂർ തന്നെയാണ്. ഈ പത്തനംതിട്ട ജില്ല എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലോട്ട് ഓർമ്മ വരുന്ന കുറെ ഫാക്ടുകളുണ്ട്. ഏതൊക്കെയാണ്? ഏറ്റവും കൂടുതൽ റിസർവ് വനമുള്ള ജില്ലയാണ്. പിന്നെയോ 0 വളർച്ചാ നിരക്ക്, ജനസംഖ്യ വളർച്ചാ നിരക്കിൽ 0 നേടിയ ആദ്യത്തെ സംസ്ഥാനമാണ്. പിന്നെ തീർത്ഥാടന ടൂറിസത്തിന്റെ ആസ്ഥാനം എന്നറിയപ്പെടുന്ന പ്രദേശം ഏതാണ്? അതും പത്തനംതിട്ട തന്നെയാണ്. അപ്പൊ നമ്മുടെ ചോദ്യം ഇതായിരുന്നു, കൗങ്ങിൻ പാളകൾ കൊണ്ട് തെയ്യങ്ങൾ ഉണ്ടാക്കുന്ന തെക്കൻ കേരളത്തിലെ പടയണി ഗ്രാമം ഏതാണ് എന്നുള്ളതായിരുന്നു നമ്മുടെ ചോദ്യം. ഏതായിരുന്നു അത്? പത്തനംതിട്ടയിലെ ഇലന്തൂർ എന്നുള്ള ഗ്രാമമാണ്. ഓക്കെ അല്ലേ? ശരി, അടുത്ത ചോദ്യം, ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗം ഏതാണ്? ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗം ഏതാണ്? കമന്റ് ചെയ്ത ഈസി ക്വസ്റ്റ്യൻ ആണല്ലേ? ഏതാണ്? ആനയാണ്. ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗം എന്ന് പറയുന്നത് ആനയാണ്. ആനയെ പൈതൃക മൃഗമായി അംഗീകരിക്കുന്ന ഏത് വർഷമാണ്? 2010 2010 വയനാട് വന്യജീവി സങ്കേതത്തിൽ നമ്മൾ സൂക്ഷിക്കുന്ന അല്ലെങ്കിൽ സംരക്ഷിച്ചു വരുന്നത് ഏത് മൃഗത്തെയാണ്? ആനയാണ് അല്ലെ? അപ്പൊ അടുത്ത ചോദ്യം, കൊമ്പില്ലാത്ത ആണാനയ്ക്ക് പറയുന്ന പേരെന്ത്? കൊമ്പ് ഇല്ലാത്ത ആനയ്ക്ക് പറയുന്ന പേര് എന്താണ്? അറിയാവുന്നവർ കമന്റ് ചെയ്തേ. എന്താണ്? കൊമ്പില്ലാത്ത ആനയെ പറയുന്ന പേരാണ് മോഴ എന്നുള്ളത്. കൊമ്പില്ലാത്ത ആനയെ പറയുന്ന പേരാണ് മോഴ എന്നുള്ളത്. അടുത്ത ചോദ്യം, താഴെ പറയുന്ന മൃഗങ്ങളിൽ ഏതാണ് വയനാട് ചുരിമലയെ വിറപ്പിക്കുന്നത്? വയനാട് ചുരിമലയെ വിറപ്പിക്കുന്നത് ഓപ്ഷൻ എ അരിക്കൊമ്പൻ, ബി കരടി, സി കടുവ, ഡി പടയപ്പ. ഏതാണ്? കമന്റ് ചെയ്തേ. ഏതാ? സി കടുവയാണ് അല്ലെ? കടുവ എന്ന് പറയുന്നത് നമ്മുടെ ദേശീയ മൃഗമായി അംഗീകരിച്ചാണ്. 1972 എന്ത് ചെയ്യുന്നത്? ഈ കടുവയെ ദേശീയ മൃഗമായി പ്രഖ്യാപിക്കുന്നത് അല്ലെ? അപ്പോൾ 73 നമ്മൾ എന്താണ്? പറമ്പിക്കുളം വന്യജീവി സങ്കേതത്തെ നമ്മൾ ടൈഗർ റിസർവ് ആയിട്ട് പ്രഖ്യാപിക്കുന്നൊക്കെ ഉണ്ട്. നിങ്ങൾക്കറിയാവുന്ന ഫാക്റ്റ് ആണ്. അപ്പോൾ നമ്മുടെ കേരളത്തിലെ തന്നെ 2 ടൈഗർ, അതായത് ഈ കടുവ സംരക്ഷണവുമായി ബന്ധപ്പെട്ടിട്ട് 2 കേന്ദ്രങ്ങളാണ് പ്രശസ്തമായിട്ടുള്ളത്. ഏതൊക്കെയാണത്? പറഞ്ഞേ നോക്കട്ടെ. ഏതൊക്കെയാ പറഞ്ഞ? പെരിയാറും പറമ്പിക്കുളവും അല്ലെ? പെരിയാറും പറമ്പിക്കുളവുമാണ് എന്ത് പറയുന്നത്? കടുവ സംരക്ഷണ കേന്ദ്രങ്ങളായിട്ട് നമ്മുടെ കേരളത്തിൽ നമുക്ക് വളരെയധികം എടുത്തു പറയാനായിട്ട് സാധിക്കുന്നത്. ഒരുപാട് കടുവ സംരക്ഷണ കേന്ദ്രങ്ങളുണ്ട് നമ്മുടെ ടോട്ടലായിട്ട് ഇന്ത്യയിലെങ്കിലും കേരളത്തിൽ നമുക്ക് പറയാവുന്നത് ഏതാണ്? 2 പെരിയാറും പറമ്പിക്കുളവും. അപ്പോൾ 72 നമ്മളുടെ കടുവയെ ദേശീയ മൃഗമായി പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് വരെ ആരായിരുന്നു അല്ലെങ്കിൽ ഏത് മൃഗമായിരുന്നു നമ്മുടെ ദേശീയ മൃഗമായിരുന്നത്? അത് സിംഹമായിരുന്നു അല്ലെ? സിംഹത്തെ ആയിരുന്നു ആ ഒരു കാലഘട്ടം വരെയും നമ്മുടെ ഇന്ത്യയുടെ ദേശീയ മൃഗമായിട്ട് അംഗീകരിച്ചിരുന്നത്. 72 അത് ടൈഗർ ആയിട്ട് മാറിയത്. അപ്പൊ അടുത്ത ചോദ്യം നോക്കാം അല്ലെ? നമ്മുടെ 8ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ഏത് പക്ഷിയാണ് അയോധ്യ ക്ഷേത്രത്തിന്റെ ശ്രീകോവിലിന്റെ വാതിലുകളിൽ കൊത്തിവെച്ചിട്ടുള്ളത്? അല്ലെ? നമ്മളിപ്പോ 2024 ജനുവരിയിൽ 22-ാം തീയതി പ്രാണപ്രതിഷ്ഠയൊക്കെ നടത്തിയിരുന്നു അയോധ്യയിലെ ശ്രീരാമക്ഷേത്രത്തിന് അല്ലെ? അപ്പോൾ ഈ ക്ഷേത്രത്തിന്റെ വാതിലില് ശ്രീകോവിലില് കൊത്തിവെച്ചിട്ടുള്ളത് ഏത് പക്ഷിയുടെ ചിത്രമാണ് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ വെള്ളപ്രാവ്, ബി മയില്, സി ഉപ്പൻ, ഡി കുയിൽ എന്നുള്ളതാണ് ഓപ്ഷൻസ് തന്നിരിക്കുന്നത്. അപ്പൊ
അപ്പൊ പറഞ്ഞേ നോക്കട്ടെ, താഴെ പറയുന്നവർ ഏത് പക്ഷിയാണ് അയോധ്യ ക്ഷേത്രത്തിന്റെ ശ്രീകോവിലിന്റെ വാതിലുകളിൽ കൊത്തിവെച്ചിട്ടുള്ളത്? കമന്റ് ചെയ്ത് അറിയാവോ നോക്കട്ടെ. ഏതാണ്? മയിലാണ് അല്ലെ. നിങ്ങൾക്കറിയാം ഏതായിരുന്നു? മയിലാണ്. അപ്പൊ മയിൽ എന്ന് പറയുമ്പോൾ അത് നമ്മുടെ നമ്മുടെ ദേശീയ പക്ഷിയാണ്. 1963 ദേശീയ പക്ഷിയായി അംഗീകരിച്ചിട്ടുള്ളതാണ് നമ്മുടെ മയിലിനെ. അതേപോലെ തന്നെ നമ്മുടെ പുതിയ പാർലമെന്റ് മന്ദിരം അല്ലെ, നമ്മുടെ പുതിയ പാർലമെന്റ് മന്ദിരത്തിലെ ലോകസഭ എന്ന് പറയുന്നത് അതിന്റെ തീമായി തന്നെ അംഗീകരിച്ചിരിക്കുന്ന ഇതിനെ മയിലാണ്. മയിലിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ ലോകസഭ അവര് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ലോകസഭയുടെ ആ ഒരു ചേംബർ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഓക്കെ ആണല്ലോ. അതേപോലെ നമ്മുടെ അയോധ്യ ക്ഷേത്രത്തില്, നിങ്ങൾ അയോധ്യ എന്ന് പറയുമ്പോൾ അത് ഏത് നദിയുടെ തീരത്താണ്? UP-യിലാണെന്ന് നിങ്ങൾക്ക് അറിയാം അല്ലെ. സരയൂ നദിയുടെ തീരത്താണ് എന്ത് വരുന്നത്? അയോധ്യ വരുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം. മൃഗവൈദ്യത്തിന്റെ ചരിത്രം, സ്ഥാനം, ഭാവി എന്നിവ വിശദീകരിക്കുന്നതിന് ശ്രദ്ധിക്കാം. മൃഗവൈദ്യത്തിന്റെ ചരിത്രം, സ്ഥാനം, ഭാവി എന്നിവ വിശദീകരിക്കുന്നതിന് വെറ്റിനറി സർവകലാശാലയുടെ പുസ്തകം ഏതാണ് എന്നുള്ളതാണ്. ഏതാണ് ആ പുസ്തകം നോക്കട്ടെ, പറഞ്ഞേ നോക്കട്ടെ. അറിയാവോ? എഡിറ്ററുടെ പേര് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് അറിയാമെങ്കിൽ കമന്റ് ചെയ്യണം കേട്ടോ. എഡിറ്ററുടെ പേര് ഡോക്ടർ അശോക് IAS ആണ് ഇതിന്റെ എഡിറ്റർ. അപ്പൊ ബുക്ക് ഏതാണെന്നറിയാവോ? കമന്റ് ചെയ്ത് നോക്കട്ടെ. ശാലിഹോത്രിയം എന്നുള്ളതാണ് എന്ത്? മൃഗവൈദ്യത്തിന്റെ ചരിത്രം, സ്ഥാനം, ഭാവി എന്നിവ വിശദീകരിക്കുന്ന വെറ്റിനറി സർവകലാശാലയുടെ പുസ്തകം. നമ്മുടെ കേരള വെറ്റിനറി ആൻഡ് അനിമൽ സയൻസിന്റെ ആസ്ഥാനം എവിടെയാണെന്നറിയാവോ? അത് പൂക്കോടാണ്. വയനാട് ജില്ലയിലെ പൂക്കോടാണ് എന്ത്? വെറ്റിനറി സർവകലാശാലയുടെ അനിമൽ സയൻസിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ നമ്മുടെ ചോദ്യം ഇതായിരുന്നു. മൃഗവൈദ്യത്തിന്റെ ചരിത്രം, സ്ഥാനം, ഭാവി എന്നിവ വിശദീകരിക്കുന്ന വെറ്റിനറി സർവകലാശാലയുടെ പുസ്തകം ഏതാണ്? ഏതാണ്? ശാലിഹോത്രിയം എന്നുള്ളതാണ്. ആരാണ് അതിന്റെ എഡിറ്റർ എന്ന് പറയുന്നത്? ഡോക്ടർ അശോക് IAS ആണ്. ഓക്കെ ആണല്ലോ. അടുത്ത 10ാമത്തെ ചോദ്യം. ആനയുൾപ്പെടെയുള്ള വന്യമൃഗങ്ങളെ മയക്കുവെടി വെക്കുവാൻ ഉപയോഗിക്കുന്ന തോക്ക് ഏതാണ്? ആന ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങളെ മയക്കുവെടി വെക്കുവാൻ ഉപയോഗിക്കുന്ന തോക്ക് ഏതാണ് എന്നുള്ളതാണ്. ഓക്കെ, ഏതാണ്? പറഞ്ഞ നോക്കട്ടെ, അറിയാവോ? ക്യാപ്ചർ ഗൺ. ഇപ്പൊ കുറെ ആയിട്ട് നമ്മൾ നമ്മളിപ്പോ കുറച്ചായിട്ട് ഒരുപാട് വന്യമൃഗങ്ങളെയൊക്കെ നമ്മളിപ്പോ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുകയാണല്ലേ. ഇപ്പൊ നമ്മുടെ നാട്ടിൽ നമ്മൾ യൂട്യൂബിലാണെങ്കിലും ഇൻസ്റ്റയിലാണെങ്കിലും എല്ലാം നമുക്ക് അപ്ഡേറ്റ് ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതാണ് എന്ത്? ഇപ്പൊ ആനകളും അതേപോലെ കടുവയും ഒക്കെ നാട്ടിലേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യം, അവർക്ക് ശുദ്ധജലം കിട്ടാനില്ലാത്തൊരു സാഹചര്യമാണ്. ഒരു 90% മൃഗങ്ങളെയും നമ്മുടെ നാട്ടിലോട്ട് ഇറങ്ങാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പൊ കാരണം കടുത്ത വേനലാണ്, അപ്പൊ അവർക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അതുകൊണ്ടാണ് ഒരു 90% പ്രശ്നങ്ങളും ഉണ്ടാവുന്നത്. ഓക്കെ, പിന്നെ മനുഷ്യരുടെ കയ്യേറ്റങ്ങളും മറ്റുള്ള കാര്യങ്ങളും എല്ലാം തന്നെ ഇതിനുള്ള വഴിയൊരുക്കുന്നുണ്ട്. അപ്പോൾ ആന ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങളെ മയക്കുവെടി വെക്കുവാൻ ഉപയോഗിക്കുന്ന തോക്ക് എന്ന് പറയുന്നത് ഏതാണ്? ക്യാപ്ചർ ഗൺ ആണ്. ഓക്കെ ആണല്ലോ. അപ്പൊ നമ്മൾ അടുത്ത ചോദ്യം നോക്കാം. നമ്മുടെ 11ാമത്തെ ചോദ്യമാണ്. മനുഷ്യന്റെ കഴുത്തിൽ 7 കശേരുക്കൾ ഉണ്ട് അല്ലെ. 7 കശേരുക്കളാണ് നമ്മുടെ നെക്കില്, വെർട്ടിബ്ര എന്ന് പറയുന്നത് 7 എണ്ണാണുള്ളത്. അതിൽ ഏറ്റവും നമ്മുടെ മനുഷ്യരുടെ എത്രയാണെങ്കിൽ, ഇപ്പൊ ഒരു ജിറാഫ് എടുത്താൽ അതിൽ ഏറ്റവും നീളം കൂടിയ കഴുത്തുള്ളതാണ് എന്ത്? ജിറാഫ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ അതിൽ എത്ര എണ്ണം ഉണ്ടാവും? മനുഷ്യരെന്ന് പറയുന്നത് ചെറിയൊരു കഴുത്താണ്, അതിൽ 7 കശേരുക്കളാണെങ്കിൽ ഏറ്റവും നീളം കൂടിയ കഴുത്തുള്ള ജീവിയാണ് ആര്? ജിറാഫ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ അതിൽ എത്ര കഴുത്ത് ഉണ്ടാവും, എത്ര കശേരുക്കൾ ഉണ്ടാവും ജിറാഫിന്റെ കഴുത്തില്? ഒന്ന് കമന്റ് ചെയ്യണേ. പറഞ്ഞേ നോക്കട്ടെ. ജിറാഫിന്റെ കഴുത്തിലും 7 കശേരുക്കൾ തന്നെയാണ് ഉള്ളത്. അപ്പോ ഞാൻ ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ഹോംവർക്ക് തരട്ടെ. നമ്മുടെ നട്ടെല്ലിലെ ആദ്യത്തെ കശേരു ഏതാണ് എന്നുള്ളതൊന്ന് കമന്റ് ചെയ്യുക കേട്ടോ. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമ്മുടെ നട്ടെല്ലിലെ ആദ്യത്തെ കശേരു ഏതാണെന്ന് തീർച്ചയായും കമന്റ് ചെയ്യുക. ഇതൊരു ഹോംവർക്ക് ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ ഇതിന്റെ ഉത്തരം ഞാൻ പറഞ്ഞു തരും. അപ്പൊ തീർച്ചയായും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. നമ്മൾ ഇതുപോലുള്ള കംപ്ലീറ്റ് സീരീസും PSC ബുള്ളറ്റിനുമായി ബന്ധപ്പെട്ട കംപ്ലീറ്റ് സീരീസ് നിങ്ങൾക്ക് തീർച്ചയായും ലഭിക്കുന്നതാണ്. അപ്പൊ
ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ട് കൂടെ ഇതൊന്ന് ഷെയർ ചെയ്യുക. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പൊ നല്ലൊരു ദിവസം തന്നെ ആയിക്കട്ടെ ഇന്ന്. അപ്പൊ നല്ല രീതിയിൽ തന്നെ പഠിക്കുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. താങ്ക് യു.